എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ആരാധകരും പ്രത്യേകിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഓരോ ആരാധകനും ശ്വാസമടക്കി പിടിച്ച് കാത്തിരുന്ന ആ അവിസ്മരണീയവും ചരിത്രപരവുമായ നിമിഷം എം.എ. ചിദംബരം സ്റ്റേഡിയത്തിൽ വന്നെത്തിയിരിക്കുകയാണ്. IPL 2026-ലെ ഏഴാമത്തെ പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള തീപാറുന്ന മത്സരം ആരംഭിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്റ്റേഡിയം മുഴുവൻ ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും ഇളകിമറിയുന്ന മഞ്ഞക്കടൽ, കാതടപ്പിക്കുന്ന CSK വിളികൾ, ഓരോ കാണിയുടെയും ശിരകളിലോടുന്ന പറഞ്ഞറിയിക്കാനാവാത്ത ക്രിക്കറ്റ് ജ്വരം എന്നിവ ഇന്നത്തെ ദിവസം എത്രത്തോളം അവിസ്മരണീയമാകുമെന്ന് വിളിച്ചോതുന്നു. ഈ ഹൈ വോൾട്ടേജ് മത്സരത്തിനു മുന്നോടിയായി എല്ലാവരുടെയും കണ്ണുകൾ മൈതാന മധ്യത്തിലേക്കായിരുന്നു. കമന്റേറ്റർമാരുടെ ശബ്ദവും ചുറ്റുമുള്ള ആരാധകരുടെ ആരവങ്ങളും അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുമ്പോഴാണ് ആയിരക്കണക്കിന് ആരാധകർ ശ്വാസമടക്കി പിടിച്ച് കാത്തിരുന്ന ആ നിർണായക നിമിഷത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ചെന്നൈ നായകൻ ഋതുരാജ് ഗേക്വാദ് മൈതാനത്തേക്ക് നടന്നെടുത്ത് നാണയം വായുവിലേക്ക് ഉയർത്തി. മറുഭാഗത്ത് പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യർ ഹെഡ്സ് എന്ന് വിളിച്ചെങ്കിലും ഇത്തവണ ഭാഗ്യദേവത ചെന്നൈയെ പൂർണ്ണമായും കടാക്ഷിച്ചു. നാണയം അവർക്ക് അനുകൂലമായി വീണയുടനെ ഒട്ടും വൈകാതെ ഋതുരാജ് ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിച്ചു. എം.എ. ചിദംബരം സ്റ്റേഡിയത്തിൽ റൺസ് പിന്തുടരുന്നത് വളരെ ഗുണകരമാണെന്നും മഞ്ഞുവീഴ്ച മുന്നിൽ കണ്ട് പഞ്ചാബിനെ തുടക്കത്തിൽ തന്നെ കടുത്ത സമ്മർദ്ദത്തിലാക്കുകയാണ് തങ്ങളുടെ തന്ത്രമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മറുഭാഗത്ത് ടോസ് ലഭിച്ചിരുന്നെങ്കിൽ താനും ആദ്യം ബൗളിംഗ് തന്നെ തിരഞ്ഞെടുക്കുമായിരുന്നു എന്ന് ശ്രേയസ് അയ്യരും സമ്മതിച്ചു. എന്നാൽ ഇപ്പോൾ സ്കോർ ബോർഡിൽ ഒരു കൂറ്റൻ സ്കോർ പടുത്തുയർത്തുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് തങ്ങൾക്കുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ യഥാർത്ഥ നാടകം ആരംഭിച്ചത് ഇരു ക്യാപ്റ്റന്മാരും തങ്ങളുടെ അന്തിമ പ്ലേയിംഗ് 11 പ്രഖ്യാപിച്ചപ്പോഴാണ്. ടോസ് നേടിയ ഉടൻ ഋതുരാജ് തന്റെ ടീമിൽ വരുത്തിയ ചില അപ്രതീക്ഷിതവും മാസ്റ്റർ സ്ട്രോക്കുമായ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചതോടെ പഞ്ചാബ് കിങ്സിന്റെ ക്യാമ്പിൽ വലിയ പരിഭ്രാന്തിയും ഇളക്കവും സൃഷ്ടിച്ചിരിക്കുകയാണ്. തങ്ങളുടെ ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിലെ മുൻതൂക്കം പൂർണ്ണമായും മുതലെടുക്കാൻ ചെന്നൈ ഉറപ്പിച്ചിറങ്ങിയിരിക്കുകയാണെന്ന് ഈ തന്ത്രപരമായ തീരുമാനങ്ങളിലൂടെ വ്യക്തമായി. അതേ സുഹൃത്തുക്കളെ, വെടിക്കെട്ട് ബാറ്റിംഗിലൂടെയും മാരകമായ ബൌളിംഗിലൂടെയും പഞ്ചാബിനെ പ്രതിരോധത്തിലാക്കാൻ കെൽപ്പുള്ള ഭയമില്ലാത്ത ആക്രമണോത്സുകരായ ചില എക്സ് ഫാക്ടർ കളിക്കാരെയാണ് ഈ നിർണായക മത്സരത്തിൽ ഋതുരാജ് അണിനിരത്തിയിരിക്കുന്നത്. ചെന്നൈയുടെ ഈ മാറ്റങ്ങൾ കണ്ട് ശ്രേയസ് അയ്യരും സംഘവും പൂർണ്ണമായും ജാഗരൂകരായിരിക്കുകയാണ്. കാരണം ചെപ്പോക്കിലെ സ്പിന്നിന് തുണയ്ക്കുന്ന പിച്ചിൽ കുത്തിത്തിരിയുന്ന പന്തുകൾക്ക് മുന്നിൽ ഈ വിനാശകാരികളായ താരങ്ങളെ തടഞ്ഞു നിർത്തുക എന്നത് അവർക്കൊരു ഹിമാലയൻ കടമ്പ തന്നെയായിരിക്കും. പ്രിയപ്പെട്ട ക്രിക്കറ്റ് പ്രേമികളെ, IPL ആരാധകരെ, ഈ വർഷത്തെ ഏറ്റവും വലിയ ഹൈ വോൾട്ടേജ് പോരാട്ടം ഔദ്യോഗികമായി തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് പുറത്തുവരുന്ന ഈ വമ്പൻ വാർത്ത ക്രിക്കറ്റ് ലോകത്താകെ മുഴങ്ങിക്കേൾക്കുകയാണ്. ഈ ലീഗിലെ ഏറ്റവും ആക്രമണോത്സുകരായ 2 ടീമുകളാണ് ഇന്ന് മുഖാമുഖം വരുന്നത്. ചരിത്രം പരിശോധിച്ചാൽ CSKയും പഞ്ചാബും തമ്മിലുള്ള മത്സരങ്ങൾ എക്കാലത്തും ആവേശം നിറഞ്ഞതായിരുന്നു. എം.എ. ചിദംബരം പോലൊരു മൈതാനത്ത് ടോസ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇവിടുത്തെ പിച്ചും മഞ്ഞുവീഴ്ചയും പരിഗണിച്ചാൽ ലക്ഷ്യം പിന്തുടരുന്നത് പലപ്പോഴും വിജയകരമാകാറുണ്ട്. ടോസ് നേടി ഋതുരാജ് ആദ്യത്തെ വലിയ നേട്ടം സ്വന്തമാക്കിയതോടെ ചെന്നൈ ഇപ്പോൾ മാനസികമായി ഈ മത്സരത്തിൽ വലിയൊരു മുൻതൂക്കം നേടിയിരിക്കുകയാണ്. ചെപ്പോക്കിലെ ഫ്ലാറ്റ് ട്രാക്ക്, ചെറിയ ബൗണ്ടറികൾ, വേഗമേറിയ ഔട്ട്ഫീൽഡ് എന്നിവ പരിഗണിച്ചാൽ പന്ത് ബാറ്റിൽ തട്ടിയ ഉടനെ തന്നെ അതിവേഗം അതിർത്തി കടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. ഈ സാഹചര്യത്തിൽ രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകുമെന്നതിനാൽ ആദ്യം ബൗൾ ചെയ്യാനുള്ള ഋതുരാജിന്റെ തീരുമാനം ഒരു യഥാർത്ഥ മാസ്റ്റർ സ്ട്രോക്കായി മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും ഉറ്റുനോക്കുന്നത് ഈ പുതിയതും മൂർച്ചയേറിയതുമായ ചെന്നൈ ബൌളിംഗ് ആക്രമണം ശ്രേയസ് അയ്യരുടെ കൊൽക്കത്ത ആർമിയെ ഒരു ചെറിയ സ്കോറിൽ ഒതുക്കുമോ, അതോ എം.എ. ചിദംബരം സ്റ്റേഡിയത്തിൽ പഞ്ചാബ് ബാറ്റർമാർ റൺ മഴ പെയ്യിച്ച് സ്കോർ 200 കടത്തുമോ എന്നറിയാനാണ്. തന്ത്രങ്ങളുടെയും വേഗതയുടെയും കരുത്തിന്റെയും ഈ വലിയ യുദ്ധത്തിൽ ടോസ് നേടി ചെന്നൈ തങ്ങളുടെ ആദ്യ ചുവട് വളരെ ശക്തമായി വെച്ചുകഴിഞ്ഞു. ആദ്യത്തെ 6 ഓവറുകളിൽ ഏത് ടീമാണ് ആധിപത്യം സ്ഥാപിക്കുക എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കളി തുടങ്ങാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ഇത്തവണ ചെന്നൈ വിജയത്തോടെ തുടങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കൂ. വീണ്ടും ആവർത്തിക്കുന്നു, എം.എ. ചിദംബരം സ്റ്റേഡിയത്തിൽ ആ ചരിത്ര നിമിഷം വന്നെത്തിയിരിക്കുന്നു. IPL 2026-ലെ ഈ 6ാമത്തെ പോരാട്ടം തുടങ്ങാൻ പോകുന്നു. ടോസ് ജയിച്ച് ഫീൽഡിംഗ് തിരഞ്ഞെടുത്ത ചെന്നൈ സൂപ്പർ കിങ്സും കൂറ്റൻ സ്കോർ ലക്ഷ്യമിടുന്ന പഞ്ചാബ് കിങ്സും തമ്മിലുള്ള ഈ മഹാപോരാട്ടം ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായം രചിക്കാൻ പോകുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.